അലങ്കാര മത്സ്യങ്ങളെ വളർത്തുന്നതിനും പ്രദർശിപ്പിക്കുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള കേന്ദ്ര സർക്കാർ ഉത്തരവ് അലങ്കാര മത്സ്യവിപണിയെ പ്രതിസന്ധിയിലാക്കുന്നു. ഉത്തരവ് വ്യാപകമായി പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ചെറുകിട വ്യാപാരികളുടെ ആശങ്ക. അലങ്കാര മത്സ്യങ്ങളുടെ വളർത്തൽ, വിപണനം, പ്രദർശനം എന്നിവയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം ഉത്തരവിറക്കിയിരുന്നു. മീനുകളുടെ രണ്ടാം പട്ടികയിൽപ്പെടുന്ന 158 മത്സ്യങ്ങൾക്കാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. സാധാരണ അക്വേറിയങ്ങളിൽ വളർത്തുന്ന ക്രൗൺ ഫിഷ്, ബട്ടർഫ്ലൈ ഫിഷ്, ഏഞ്ചൽ ഫിഷ്, പാരറ്റ് ഫിഷ് തുടങ്ങിയവ പട്ടികയിലുണ്ട്. വിജ്ഞാപനം നടപ്പാക്കിയാൽ അലങ്കാര മത്സ്യ സ്റ്റാളുകളും അക്വേറിയം വിൽപ്പന കേന്ദ്രങ്ങളും വ്യാപകമായി അടച്ചുപൂട്ടുന്ന സ്ഥിതിയുണ്ടാകുമെന്നാണ് ആശങ്ക. ഇന്ത്യയിലെ 10,000-കണക്കിന് വരുന്ന അലങ്കാര മത്സ്യകൃഷിയിലേർപ്പെട്ട സഹകരണ സംഘങ്ങൾക്കും തൊഴിലാളികൾക്കും പ്രാദേശികമായ സംരംഭകർക്കും മേൽ വിലക്ക് വരുന്ന അങ്ങേയറ്റം തെറ്റും വിനാശകരവുമായ ഒരു തീരുമാനമാണ് കേന്ദ്ര ഗവൺമെന്റ് എടുത്തിരിക്കുന്നത്. അക്വേറിയങ്ങൾ സ്ഥാപിക്കുന്നിടങ്ങളിൽ മുഴുവൻ സമയ വെറ്റിനറി ഡോക്ടറും സഹായിയും ഉണ്ടാകണമെന്നും ഉത്തരവിൽ പരാമർശിക്കുന്നുണ്ട്. ഇത് ചെറുകിട വ്യാപാരികളെയും സ്വയം തൊഴിൽ സംരംഭകരെയും പ്രതികൂലമായി ബാധിക്കും. ഇത് വന്നു കഴിഞ്ഞാൽ പാവപ്പെട്ട ഞങ്ങളെ പോലുള്ളവർക്കെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. വീടുകളിലെ അക്വേറിയങ്ങളെ സംബന്ധിച്ച് ഉത്തരവിൽ വ്യക്തമായ പരാമർശമില്ല. ഇതും ആശങ്ക വർദ്ധിപ്പിക്കുന്നു. CMFRA അടക്കമുള്ള മത്സ്യഗവേഷണ സ്ഥാപനങ്ങളോട് പോലും ഇക്കാര്യത്തിലുള്ള അഭിപ്രായം തേടാതെയാണ് മന്ത്രാലയം ഉത്തരവ് പുറത്തിറക്കിയതെന്നും ആരോപണമുണ്ട്. അലങ്കാര മത്സ്യമേഖലയ്ക്ക് ലഭിച്ച ഇരുട്ടടിയായാണ് ചെറുകിട വ്യാപാരികൾ കേന്ദ്ര സർക്കാർ ഉത്തരവിനെ കാണുന്നത്. മേഖലയെ കുത്തകകളുടെ കയ്യിലെത്തിക്കാനുള്ള ശ്രമമായും ഉത്തരവിനെ ഇവർ വിലയിരുത്തുന്നു. രാജു പാവർട്ടിക്കൊപ്പം സജോ ദേവസ്യ, മീഡിയ 1 കൊച്ചി.